എല്ലാവർക്കും റോസാമിഷ്ടിക മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. മക്കളെ, ഇന്നത്തെ ദിവസം നമുക്ക് റോസാമിഷ്ടിക മാതാവിൻ്റെ തിരുനാളാണ്. നിങ്ങൾ റോസാമിഷ്ടിക മാതാവിൻ്റെ പിക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാവിൻ്റെ പിക്ചറിൽ നെഞ്ചിൻ്റെ അവിടെയായിട്ട് 3 പൂക്കൾ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ കളറുകളുള്ളത്? വെള്ള കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, സ്വർണ്ണ നിറമുണ്ട്. ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കണേന്നറിയോ? ഈ പൂക്കളെ സഭയിൽ പറയണത് മൗക്തിക റോസാപ്പൂവ് അല്ലെങ്കിൽ നിഗൂഢതയുടെ റോസാപുഷ്പം എന്ന് അർത്ഥാക്കണേ. ഇത് കാവ്യാത്മകമായിട്ട് സഭയിൽ മാതാവിന് കൊടുത്താണ് ഒരു വിശേഷണമാണത്. ഇറ്റലിയിലെ മോണ്ടിച്ചിരി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന നേഴ്സിന് പരിശുദ്ധ മാതാവ് നൽകിയ ദർശനങ്ങളായിട്ട് ഈ പേര് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മാതാവ് തൻ്റെ നെഞ്ചിൽ അണിഞ്ഞിരിക്കുന്ന 3 റോസാപ്പൂക്കൾ ഏതൊക്കെയാ? വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറം. അതിൽ വെള്ള റോസാപ്പൂവ് പ്രാർത്ഥനേനെയാണ് സൂചിപ്പിക്കണേ. ചുവപ്പ് റോസാപ്പൂവോ പ്രായശ്ചിത്തത്തിന്, സ്വർണ്ണ നിറം പരിഹാരത്തിനെയാണ് സൂചിപ്പിക്കണേ. അപ്പം നമുക്ക് പ്രതിഷ്ഠാജപം ചൊല്ലി നമുക്ക് നമ്മുടെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാം. അമ്മേ, ഈ ദിവസത്തിൽ ഞാൻ അമ്മയുടെ ആഹ്വാനം പൂർണ്ണമായും സ്വീകരിക്കുന്നു. ഞാൻ വാഗ്ദാനം ചെയ്ത പ്രതിഷ്ഠ ഇപ്പോൾ നിർവഹിക്കുന്നു. ഇനിമേൽ അമ്മയുടെ മാതൃകരങ്ങളിൽ എന്നെ വഹിക്കണമേ. എന്നെ പരമപിതാവിന് സമ്മാനമായി നൽകണമേ. അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഈശോയുടെ ശുശ്രൂഷകനാകട്ടെ. ഫാത്തിമയിൽ അമ്മ വാഗ്ദാനം ചെയ്ത രക്ഷയുടെ മാനസാന്തരം പൂർണ്ണമാക്കണമേ. ലോകസമാധാനത്തിനുള്ള അവസാന യുദ്ധത്തിൽ അമ്മയോടൊത്ത് അങ്ങേ തിരുക്കുമാരനോട് ചേർന്ന് ശക്തമായി ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വയം സമർപ്പിക്കുന്നു. സ്ലീഹന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, അന്ധകാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയ ചക്രവാളങ്ങളെ നിൻ്റെ പ്രഭാത കിരണങ്ങളാൽ പ്രശോഭിപ്പിക്കണമേ. ഈ യുദ്ധകളത്തിൽ നിൻ്റെ വിമല ഹൃദയം ഒരു കോട്ട പോലെ ഞങ്ങൾക്ക് അഭയമാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ മാതൃകയായ അമ്മേ, ഞങ്ങൾക്ക് സത്യത്തിൻ്റെ വാളും പുണ്യങ്ങളുടെ പടച്ചട്ടയും നൽകണമേ. അമ്മേ, ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തത ഞാനിപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ഹൃദയവും മനസ്സും അദ്ദേഹത്തോട് ഐക്യപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ നിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വിജയത്തിൻ്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ അമ്മയുടെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോമിശിഹായുടെ ദൈവിക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകാമെന്ന് അമ്മയായ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പരിപൂർണ ശ്രദ്ധയും ആത്മവിശ്വാസവും അവബോധങ്ങളും കണ്ടെത്തുവാൻ ഇടയാകട്ടെ. പരിപൂർണതയുടെ ആത്മാവ് ഞങ്ങളിൽ സൃഷ്ടിക്കപ്പെടട്ടെ. ഞങ്ങളിൽ നിന്ന് എല്ലാവരിലേക്കും അവിടുത്തെ ചൈതന്യം ബഹിസ്ഫുരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുദ്ധതയുടെ കന്യകെ, എല്ലാ സ്വർഗീയ കൃപകളുടെയും ഭണ്ഡാരമേ, എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും നിൻ്റെ മണവാളനായ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഒപ്പം കൊണ്ടുവരിക. അവിടുത്തെ ദാനങ്ങളാൽ ഞങ്ങളുടെ ഈ പ്രതിഷ്ഠ ഫലദായകമായി തീരട്ടെ. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും ശരണത്തിലും പ്രാർത്ഥനയിലും സ്ഥിരതയിലും ഉറപ്പും ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിന് പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹൃദയങ്ങളിൽ ഐക്യം മൂലം ലോകത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ അലയടിക്കട്ടെ. നിൻ്റെ മക്കളായ ഞങ്ങൾ മാതൃസഭയോടും വിശുദ്ധരോടും മാലാഖമാരുടെയും സ്വർഗീയ കൂട്ടായ്മയോട് ചേർന്ന് എൻ്റെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെയും വരും കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം പിതാവായ ദൈവം ഞങ്ങളെ എന്തായി രൂപാന്തരപ്പെടുത്തുന്നുവോ അവയുമെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. അമ്മേ, എൻ്റെ സ്നേഹവും സമർപ്പണവും ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെ ഞങ്ങൾ നിൻ്റെ മഹാവിജയത്തിൽ ഒന്നാക്കപ്പെടട്ടെ. ആമേ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ സമർപ്പണം നടത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.